അനീഷ് ഒരു മീഡിയ പേഴ്സണോ സെലിബ്രിറ്റിയോ ഒക്കെ ആയിരുന്നെങ്കിൽ ഈ പാവപ്പെട്ടവൻ റോബിൻ്റെയും അഖിൽമാരാരുടെയൊക്കെ ഇൻസ്റ്റാഗ്രാമിൻ്റെ താഴെ പോയിട്ട് അവരുടെ PM-ൽ പോയിട്ട് സാർ എനിക്കൊരു അവസരം തരുമോ, എൻ്റെ വീഡിയോകളൊന്ന് പബ്ലിഷ് ചെയ്യുമോ എന്നൊക്കെ പോയി യാചിക്കുമോ? 2023 മുതൽ ഇദ്ദേഹം പല പ്രാവശ്യം ഈ സെലിബ്രിറ്റികളുടെ എല്ലാം പുറകിൽ നടന്നു. അവരാരും മൈൻഡ് പോലും ചെയ്തില്ല, തിരിഞ്ഞു പോലും നോക്കിയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, സെലിബ്രിറ്റികളെ സപ്പോർട്ട് ചെയ്യുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്നിട്ട് ഇവരെ എപ്പോഴാണ് മൈൻഡ് ചെയ്തത്? അനീഷ് ബിഗ് ബോസിൽ കയറിയിട്ട് അവരാരും തിരിഞ്ഞു നോക്കിയില്ല, പരമ പുച്ഛത്തോടെ കണ്ട്. കാരണം എന്താ? ഒരു കോമണർ, ഇതുവരെ വന്ന കോമണറൊക്കെ ഒരാഴ്ച 2 ആഴ്ച അതിനുള്ളിൽ പുറത്ത്. ആ ഒരു ലാഘവത്തോടെയാണ് ഈ അഖിൽമാരാറും ഈ റോബിനും ഈ അനീഷിനോട് പെരുമാറിയത്. തീർച്ചയായിട്ടും നിങ്ങളിൽ പലർക്കും സംശയം തോന്നാം, 2023 അവർ സെലിബ്രിറ്റികളല്ലേ, ഇയാൾ എങ്ങനെ അറിയാനാ? ചിലപ്പോൾ അവർ മെസ്സേജ് കാണാൻ വഴിയില്ല, മെസ്സേജൊക്കെ കാണും, അത് പോട്ടെ, ഇനി എന്തെങ്കിലും ആവട്ടെ, അവർ ശ്രദ്ധിച്ച് കാണത്തില്ല, അവർ സെലിബ്രിറ്റികളായിരിക്കും, ഓക്കെ. പക്ഷേ ഇയാൾ ബിഗ് ബോസിൽ കയറി ആദ്യത്തെ 2 ആഴ്ച കൊണ്ട് തന്നെ ഇയാൾ ശ്രദ്ധിക്കപ്പെട്ടപ്പോൾ, നെഗറ്റീവായിട്ട് പോസിറ്റീവ് ആവട്ടെ, ഇവരെല്ലാം അറിഞ്ഞു കാണുമേ. തീർച്ചയായിട്ടും ഇവരാരും ഒരു അക്ഷരം വേണ്ടിയില്ല. കാരണം എന്താണ്? റോബിന് ചില ബന്ധങ്ങളുണ്ട്, ചില ആൾക്കാർ കപ്പടിക്കും. യവൻ പാവപ്പെട്ടവൻ, യവൻ ഒരാഴ്ച 2 ആഴ്ചക്കുള്ളിൽ പുറത്തു പോകും, ഒരു കോമണർ അല്ലേ, നമ്മൾ സ്ഥിരം കാണുന്നില്ലേ, അത്രയും പുച്ഛത്തോടെ കണ്ടു. പക്ഷേ ഒരു 60 ദിവസം കഴിഞ്ഞപ്പോഴാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അനീഷ് ഏറ്റവും വലിയ ചർച്ചാ വിഷയമാവുകയും അടുത്ത ബിഗ് ബോസിന്റെ കപ്പ് തൂക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ വരികയും ചെയ്യുമ്പോൾ, എടാ വൃത്തികെട്ടവന്മാരെ, രണ്ടിനെയും കൂടെ ചേർത്താ പറയുന്നത്, നീ ഒന്നും ഒരിക്കലും ഒരു കോമണറേയും ഒരു സാധാരണക്കാരെയും മൈൻഡ് ചെയ്യത്തില്ല, ഒരു പട്ടി വില പോലും കൊടുക്കത്തില്ലെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ നിനക്കൊക്കെ റീച്ച് കിട്ടാനോ അല്ലെങ്കിൽ അനീഷിലൂടെ നിനക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഗുണം കിട്ടുന്നു, അത് വെച്ചിട്ട് നീ ഒരു കോമണറെ പിടിച്ച് നീയൊക്കെ കൂടുതൽ ഷൈൻ ചെയ്യാൻ വന്നാൽ ഞങ്ങളെ പോലുള്ള സാധാരണക്കാരായ പാവത്തുങ്ങൾക്ക് കാര്യങ്ങൾ കത്തും. ഇനി നിന്റെ ഒന്നും സപ്പോർട്ട് അനീഷിന് വേണ്ട, മനസ്സിലായോ? അതിന് മുമ്പ് നിനക്കൊക്കെ ചെയ്യാമായിരുന്നു, ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു. നിന്റെയൊക്കെ പുറയിൽ കാല് പിടിച്ച് കരഞ്ഞു നടന്നതാണ് ഈ പാവപ്പെട്ട ചെറുപ്പക്കാരൻ. അന്നൊന്നും നീ തിരിഞ്ഞു നോക്കാണ്ട് 60 ദിവസം കഴിഞ്ഞ് കപ്പടിക്കാൻ പോകുമ്പോൾ എന്തിനാടാ നിന്റെയൊക്കെ സപ്പോർട്ട്? വേണ്ട കേട്ടോ. മോഹൻലാൽ പിന്നെ ഒരു സിനിമയ്ക്കകത്ത് പറഞ്ഞ ഇനി വേണ്ട.